നമസ്കാരം. തർക്കമന്ദിരം ഒരിക്കലും ഇസ്ലാമിന്റെ പ്രതീകമായിരുന്നില്ലെന്ന് ഒരു കാലത്ത് ഇന്ത്യക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന നൂർ ദാഹ്രി ഒരു കാലത്ത് ഇന്ത്യക്കെതിരെ ആയുധമെടുത്തതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും ഇപ്പോൾ എഴുത്തുകാരനും പ്രഭാഷകനും തീവ്രവാദ വിരുദ്ധ പ്രവർത്തകനുമായി മാറിയ നൂർ ദാഹ്രി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെയായിരുന്നു നൂർ ദാഹ്രിയുടെ പ്രതികരണം. കൂടാതെ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ പോകുന്നവർ തനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. തർക്കമന്ദിരം ഇസ്ലാമിന്റെ പ്രതീകമായിരുന്നില്ല. ഹിന്ദുസ്ഥാൻ കീഴടക്കുന്നതിന്റെയും അഫ്ഗാൻ ആക്രമണകാരികൾ രാമക്ഷേത്രം തകർത്തതിന്റെയും അവരുടെയും വിജയത്തിന്റെയും പ്രതീകമായിരുന്നുവെന്നാണ് നൂർ ദാഹ്രി ഇപ്പോൾ പറയുന്നത്. 90കളിൽ തർക്കമന്ദിരം തകർത്തതാണ് ഇന്ത്യക്കെതിരെ ആയുധമെടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചത്. എന്നാൽ ദൈവങ്ങൾക്ക് ഒരുപാട് നന്ദി, അത് തെറ്റാണെന്ന് താൻ വേഗം തന്നെ തിരിച്ചറിഞ്ഞു. ആയിരക്കണക്കിന് മുസ്ലിങ്ങളും ഹിന്ദുക്കളുമാണ് സംഘർഷത്തിൽ മരിച്ചത്. പക്ഷേ ഈ ഭൂമി ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണെന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ലെന്നും നൂർ ദാഹ്രി പറയുന്നു. അതേസമയം ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ നിർമ്മിച്ച എല്ലാ മസ്ജിദുകളും ക്ഷമാപണം നടത്തിയ ശേഷം ഹിന്ദുക്കൾക്ക് സ്വമേധയാ കൈമാറണമെന്നും നൂർ ദാഹ്രി ആവശ്യപ്പെട്ടു. അതേസമയം തർക്കമന്ദിരം 4 പതിറ്റാണ്ടിലേറെയായി പൂട്ടിക്കിടക്കുകയായിരുന്നു. എന്നാൽ അവിടെ ആരും ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. അതേസമയം കുറഞ്ഞത് ആയിരക്കണക്കിന് ആളുകളെങ്കിലും രാമക്ഷേത്രത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. മുസ്ലിം പള്ളിയിൽ നമസ്കരിച്ചാലും ഹിന്ദു ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാലും മുസ്ലിമായ തനിക്ക് ഒരു പ്രശ്നവുമില്ലെന്നും രാമക്ഷേത്രത്തിൽ പോകുന്നവർ തനിക്കു കൂടി വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നൂർ ദാഹ്രി ആവശ്യപ്പെട്ടു. അതേസമയം ഒരു കാലത്ത് തീവ്രവാദിയായിരുന്ന നൂർ ദാഹ്രി ഇപ്പോൾ ഒരു പ്രമുഖ ബ്രിട്ടീഷ് പാകിസ്ഥാൻ എഴുത്തുകാരനും പ്രഭാഷകനും തീവ്രവാദ വിരുദ്ധ പ്രവർത്തകനുമാണ്. എന്നാൽ നൂർ ദാഹ്രി തന്റെ യൗവനകാലം തീവ്രവാദ പ്രവർത്തനത്തിനായിരുന്നു ചിലവഴിച്ചത്. കൂടാതെ അദ്ദേഹം ലഷ്കർ-ഇ തോയ്ബയുടെ അംഗം കൂടിയായിരുന്നു. എന്നാൽ 1990കളിൽ നൂർ ദാഹ്രി തീവ്രവാദത്തിൽ നിന്ന് പിന്മാറുകയും പിന്നീട് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് മാറുകയുമായിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.